ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇന്ന് നമ്മൾ പ്രസ് മീറ്റിംഗ് കണ്ടുല്ലേ? പൃഥ്വിരാജിൻ്റെ പ്രസ് മീറ്റിംഗ് നമ്മൾ കണ്ടിരുന്നു. പൃഥ്വിരാജാണ് മലയാള സിനിമയിൽ ശരിക്കും പറയാൻ ഇപ്പോൾ നട്ടലുള്ളൊരു നടൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നല്ല, എന്നും പൃഥ്വിരാജ് നട്ടലുള്ള നടൻ തന്നെയാണ്. എവിടെയും ആരുടെ മുമ്പിലും എന്താ പറയുക, എല്ലാം തുറന്നു പറയാനും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, പെർഫെക്റ്റ് മാനാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെയാണ് പണ്ടെല്ലാവരും നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും പൃഥ്വിരാജിനെ പൃഥ്വിരാജ് എന്താ പറയുക, വലിയ വായിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ പൃഥ്വിരാജ് എവിടെയും ഞളങ്ങാറില്ല, സ്വന്തം അഭിപ്രായം പറയും. പിന്നെ ഇവിടുത്തെ മറ്റൊരു സൂപ്പർ സ്റ്റാറായിട്ടുള്ള അമ്മയുടെ പ്രസിഡൻറ്റ് ലാലേട്ടൻ എവിടെയും ഒന്നും പറയില്ല, എന്ത് ചോദിച്ചാലും മറുപടി ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ പൃഥ്വിരാജ് ചങ്കൂറ്റുള്ളൊരു നടൻ തന്നെയാണ്. അഭിനയത്തിന് മാത്രമല്ല, നട്ടലുള്ള നടൻ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതൊരു വിഷയം അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ വിഷയത്തിലെ ഏറ്റവും കൂടുതൽ, ഈ വിഷയമല്ല, ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക ആരായിരിക്കും? എല്ലാവരും ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന ദിലീപ് അല്ലേ? ഇന്ന് ദിലീപ് നോക്കുമ്പോൾ ദിലീപിൻ്റെ കൂടെ സ്കൂൾ വിട്ട പോലെയാണ് നടന്മാരുള്ളത്. അന്ന് ദിലീപ് മാത്രം കുറ്റക്കാരനായ സമയത്ത് ഇന്ന് ദിലീപിന് കൂട്ട് നിൽക്കാൻ കുറേ ആൾക്കാരായി. അത്രയധികം ഡസൻ കണക്കിന് ആൾക്കാരാണ് ദിലീപിൻ്റെ കൂടെ ചേരാൻ. ഇപ്പോൾ അമ്മയുടെ സെക്രട്ടറി, പഴയ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാവരും വരിയായി നിരനിരയായി അണിനിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരൊക്കെ വിക്കറ്റ് പോകുമെന്ന് നമുക്കതിനെ അറിയില്ല. പണ്ടത്തെ ഇന്ത്യ ടീം പോലെയാണ്. സച്ചിൻ പോയാൽ പിന്നീട് വരുന്നവരൊക്കെ പടപടാന്ന് വിക്കറ്റ് പോകും. സച്ചിൻ്റെ വിക്കറ്റ് ആദ്യം പോയി കഴിഞ്ഞാൽ പിന്നെ കാണാം വരിയായിട്ട് എല്ലാവരും ഗാലറിയിലേക്ക് വരണം. അതേപോലത്തെ അവസ്ഥയിലാണ്, വരിയായിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അമ്മയിൽ ഇനി അമ്മ എന്ന സംഘടനയിൽ ഇനി ആരും ഉണ്ടാവില്ല എന്നുണ്ട്. എല്ലാവരും പടിയിറങ്ങിപ്പോയ അമ്മ എന്ന സംഘടന ഗേറ്റ് അടച്ചിടേണ്ടി വരും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം 5-6 വിക്കറ്റൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ ഒരിക്കലും വിചാരിക്കാത്ത പല നടന്മാരുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ളത് ഒരു മമ്മൂക്ക ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെങ്കിൽ എന്തായാലും മമ്മൂക്കയുടെ വിക്കറ്റ് പോവില്ല, നമ്മുടെ ആ ചെക്കൻ്റെ വിക്കറ്റ് പോവില്ല, ദുൽഖർ സൽമാൻ്റെ വിക്കറ്റ് പോവില്ല, പൃഥ്വിരാജിൻ്റെ വിക്കറ്റ് പോവില്ല. ബാക്കിയുള്ളവർ ആരുടെ വേണമെങ്കിൽ വിക്കറ്റ് തെറിക്കും. വിഷമമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല ആർക്കും, സത്യമായുള്ള കാര്യമാണ്. ഇനി അങ്ങനെ ഇവരാരെങ്കിലും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും നടക്കില്ല. കാരണം വെറുതെ, പക്ഷേ ഏതൊരു കൂതറ പെണ്ണുങ്ങളും വന്ന് ഇന്ന് ഇവരുടെയൊക്കെ ഇമേജ് പൊളിക്കാൻ വേണ്ടി ഏതൊരു പെണ്ണൊരും വിട്ടാൽ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിരുന്നിട്ട് പറയാണ് എന്നെ അവർ മോശപ്പെട്ട രീതിയിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നാണം കെടുത്താൻ പറ്റുന്നല്ലാതെ തകർക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഷയത്തിൽ ഇവരൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ പേര് മുമ്പ് വന്നേനെ. എന്തായാലും പൃഥ്വിരാജ, നീ ആൺകുട്ടി തന്നെയാടാ. നിനക്ക് പണ്ട മുതൽ അങ്ങനെ തന്നെയാണ് അല്ലേ? ചെറുപ്പം മുതലേ നീ മലയാള സിനിമയിൽ വന്ന മുതൽ തന്നെ എന്താ പറയുക, കുറച്ച് എല്ലാവരുടെ അടുത്തും ആരുടെയും മുഖം നോക്കാതെ സംസാരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് നിന്നെ ആരും എന്താ പറയുക, അംഗീകരിക്കാനും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഓവർ ടോക്കാന്ന്. പക്ഷേ നീ കഴിവുള്ള ആളാണ്, നടനാണ്, നല്ല നടനാണ്, നല്ലൊരു സംവിധായകനാണ്. ഏറ്റവും വലിയ ഹിറ്റ് സിനിമയുടെ സംവിധായകനായിരുന്നു. ഇനിയും അത്രയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. സുകുമാരൻ്റെ മകനാണ്. സുകുമാരനായിരുന്നു മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറ്റവും ഡയലോഗുകൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും മിടുക്കനായിരുന്ന നടനായിരുന്നു. അത്ര നല്ല നടനാണ്. അതുപോലെ തന്നെ അമ്മയായാലും ചേട്ടനായാലും, ചേട്ടൻ പൃഥ്വിരാജിനൊക്കെ നല്ല നടനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത്രയധികം ഭാഗ്യമില്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റോളുകൾ പൃഥ്വിരാജ് ചെയ്യുന്ന റോളുകൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ആണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ പൃഥ്വിരാജ് ഇന്ന്
ഈ പ്രസ്താവനയോടുകൂടി സ്വന്തമായി നട്ടല് എന്താ പറയുക, സ്വന്തമായി ഒരു സംസാരിക്കാൻ കഴിവ്, അത് സ്വന്തം താല്പര്യങ്ങൾ പറയാനും സംസാരിക്കാനും കഴിവ് ഇവിടെ ഉള്ള പല സൂപ്പർ സ്റ്റാറുകൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മുടെ ലാലേട്ടൻ എന്തിനാണ് പ്രസിഡൻ്റായിരിക്കുന്നത് പോലും ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. വലിയ നടനാണ്, ഗ്രേറ്റ് നടനാണ് അല്ലേ, അത് ഞാൻ പറയണ്ട, എല്ലാവർക്കും അറിയാം. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര നടൻ തന്നെയാണ്. പക്ഷേ എവിടെയും ഒരു അഭിപ്രായം പറയാൻ പോലും കഴിവില്ലാത്ത പ്രസിഡൻറ്റ് എന്തിനാണ് പ്രസിഡൻറ്റ്? അമ്മയ്ക്ക് എന്തിനാണ് പ്രസിഡൻറ്റ്? അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ മമ്മൂക്കേനാണ് എല്ലാവരും പ്രസിഡൻറ്റ് സ്ഥാനത്തിൽ വെക്കുകയുള്ളൂ. പക്ഷേ ആൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇങ്ങനത്തെ ഇതുപോലത്തെ ആൾക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഉണ്ടച്ചിട്ടാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആൾ പിന്നിൽ നിൽക്കുന്നത്. പിന്നെ താങ്കൾ എന്തുകൊണ്ടാണ് ഈ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്നത്? ഇവിടെ സംഘടനയിലെ കൂടെയുള്ള ആളുകളൊക്കെ ഇതുപോലെ തെറ്റും കാര്യങ്ങളും ചെയ്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഇനീഷ്യേറ്റ് എടുത്ത് മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്നു പറയാൻ പോലും കഴിവില്ലാത്ത, ഗ്രേറ്റായിട്ടുള്ള, അഭിനയത്തിൽ മാത്രം സൂപ്പറായിട്ട് കാര്യമില്ല, നമുക്ക് പോലും സ്വന്തമായി അഭിപ്രായം പറയാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതില്ലാത്തൊരു വ്യക്തി എന്തുകൊണ്ട് അമ്മ എന്ന സംഘടനയിൽ പ്രസിഡൻ്റായിരിക്കുന്നു? എത്രയും പെട്ടെന്ന് അമ്മ പ്രസിഡൻ്റ് സ്ഥാനം ലാലേട്ടൻ രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.